ഗാർഹിക ജോലിക്കാർ സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടിപ്പോകുന്നതായി പരാതികൾ വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം തൊഴിലാളികൾക്ക് അഭയമോ ജോലിയോ നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി വേണമെന്നാണ് എംപിമാരുടെ ആവശ്യം. താമസ നിയമത്തിലെ 21-ാം അനുച്ഛേദത്തിൽ ഇതിനായി ഭേദഗതി കൊണ്ടുവരണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അദ്നാൻ അബ്ദുസമദ്, അബ്ദുറഹ്മാൻ അൽ ജീറാൻ, മുഹമ്മദ് അൽ ഹവൈല, ആദിൽ അൽ ഖറാഫി, മുഹമ്മദ് അൽ ജാബിരി എന്നീ സാമാജികരാണ് കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച കരട് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. സ്പോൺസർമാരിൽ നിന്നും ഒളിച്ചോടി പുറത്ത് ജോലി ചെയ്യുന്നതിനിടെ പിടിക്കപ്പെടുന്ന തൊഴിലാളിയെ നാടുകടത്തുന്നതിനും മറ്റുമായി സ്പോൺസർമാർക്ക് ചെലവാകുന്ന തുക ഇവർക്ക് സംരക്ഷണം നൽകുന്നവരിൽ നിന്നും ഈടാക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ബില്ല്. ഗാർഹിക തൊഴിലാളികളെ അനധികൃതമായി സഹായിക്കുന്നവർ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന കാര്യവും എംപിമാർ ചൂണ്ടിക്കാട്ടുന്നു. സ്വന്തം സ്പോൺസർഷിപ്പിലല്ലാതെ വ്യക്തികളും സ്ഥാപനങ്ങളും വിദേശികൾക്ക് തൊഴിൽ പ്രദാനം ചെയ്യുന്ന സാഹചര്യം ഇല്ലാതാക്കുകയാണ് നിർദ്ദേശത്തിലൂടെ പാർലമെന്റ് അംഗങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. 1 ലക്ഷത്തിലേറെ വിദേശികൾ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നതായി അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഗാർഹിക വിസക്കാരെയും മറ്റു അനധികൃത താമസക്കാരെയും പിടിക്കാൻ ആഭ്യന്തര വകുപ്പ് വീണ്ടും പരിശോധനാ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ഇന്നലെ ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് പോലീസ് പിടിയിലായ 220 പേരിൽ ഭൂരിഭാഗവും ഗാർഹിക വിസയിൽ പുറം ജോലികൾ ചെയ്തു വരുന്നവരാണെന്ന് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തി. മീഡിയ 1 കുവൈറ്റ് സിറ്റി.